സമയം വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ ലാസ്റ്റത്തെ എപ്പിസോഡാണ് ഗൈസ്. അത് തന്നെ ഗൈസ്, ഇതാണ് മൈൻക്രാഫ്റ്റിൻ്റെ ലാസ്റ്റത്തെ എപ്പിസോഡ്. ആദ്യം തന്നെ വിതറിനൊരു ടെക്നിക്ക് ഉപയോഗിച്ചാണ് ഗൈസ് കൊല്ലാൻ പോകുന്നത്. കൊല്ലാൻ നമുക്ക് പേടിയാവുന്ന എനിക്ക്. പിന്നെ നമുക്ക് എലൈറ്ററൊന്നും വേണ്ട ഗൈസ്. നമുക്ക് എലൈറ്റർ എടുത്ത് പറത്താൻ അറിയത്തില്ല ഗൈസ്. ഇപ്പം ഏത് വഴിയാ അവൻ ഇറങ്ങി പോയെന്ന് നമുക്ക് പോലും അറിയത്തില്ല. ആ രാജ്യം പോയി നമുക്ക് പറയാം. നമ്മൾ ആദ്യത്തല്ലേ? അയ്യോ നെതറൈറ്റ് ആർമർ ആണ്ട് ഗൈസ്. അവിടെ ഇന്റർനെറ്റ് ഇവിടെ നമ്മൾ വെച്ച് ഓർമ്മയില്ലേ? ഞങ്ങൾ വില്ലേജ് കണ്ടുപിടിക്കട്ടെ. വേറെ അല്ല വില്ലേജ്. അത് വേറെ നിങ്ങളൊന്ന് പോയിട്ട് വാ ഗൈസ്. ബ്രേക്ക് എടുത്തിട്ട് വാ ഗൈസ്. എത്ര നോക്കിയിട്ട് വില്ലേജ് കിട്ടുന്നില്ല ഗൈസ്. ഇതിപ്പോൾ എത്ര പോയെന്നറിയത്തില്ല ഗൈസ്. വില്ലേജ് ഒട്ടും കിട്ടുന്നില്ല. പോകുന്ന വഴിക്ക് 5-6 പങ്കിയും കണ്ട്. എന്തൊക്കെ കാട്ടുംകുഞ്ഞ് കാട്ടുമാവേ ഇതേ കണ്ട കാട്ടുംകുഞ്ഞ്. ഇത് കുറേ കണ്ട് കണ്ടുകൊണ്ട് മടുത്തു. എലക്ട്രിക് എടുക്കാൻ പറ്റിയില്ല. വിതറും അതിനകത്ത് പോയി ഗ്ലിച്ച്. അങ്ങനെ ആയിരുന്നു ചെയ്ത രീതി തെറ്റായി. എന്തൊക്കെയായിരുന്നു ഇന്നത്തെ ദിവസം. അവിടെ എൻഡർമാനുണ്ട് ഗൈസ്. കിടന്ന് ടെലിപ്പോർട്ട് ആവുന്ന കയറുന്നു. പതിയെ ഇവിടെ ഇറങ്ങണം. നെതറൈറ്റ് ആർമർ വാങ്ങി ചത്ത് കഴിഞ്ഞാൽ ചത്തതാ. നെതറൈറ്റ് ആർമർ ഇപ്പം ചത്ത് ഇല്ലേ? അപ്പോൾ അങ്ങനെ ചുമ്മാ നടന്ന നല്ല കാര്യമാണ് പറയാം. ഓർമ്മയുണ്ടാക്കി നമ്മൾ ഈ വില്ലേജ് ഈ മൈൻക്രാഫ്റ്റ് സീരീസ് തുടങ്ങിയപ്പോൾ നമ്മൾ എൻഡർഡ്രാഗൺ എഗ്ഗ് കാണിച്ചത്. നമ്മുടെ എൻഡർഡ്രാഗൺ എഗ്ഗ് ഉണ്ടായിരുന്നില്ല. അതെന്ത് ഇന്റർനെറ്റ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത്ര എൻജോയ് ചെയ്ത് നമുക്ക് തേർഡ് ക്ലാസ്സിൽ ഉണ്ട് കാണിച്ചു തരാം. നമ്മൾ ഇതിൽ പറയും ഡ്രസ്സ് കുറച്ച് നമുക്ക് ചിറക് കണ്ടിട്ടുണ്ട് വീഡിയോ. ഇത് ആർക്കും മൾട്ടിപ്ലർ കളിക്കുന്നതെന്ന് ചോദിക്കായിരുന്നു. പക്ഷെ എങ്ങനെയെന്ന് അറിയത്തില്ല മോനെ. ആ തേർഡ് പേഴ്സൺ അല്ല, ഈ തേർഡ് പേഴ്സൺ ആണ്. കണ്ടോ ഗൈസ്? അയ്യോ ഇതല്ല ഗൈസ്, സോറി.